വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. നമുക്കിങ്ങനെ ഇവിടെ പാക്കറ്റായിട്ട് ഇങ്ങനെ മുരിങ്ങയില കിട്ടും. അത് കണ്ടോ, ഇങ്ങനെ തണ്ട് തണ്ടായിട്ടായിരിക്കും വരണത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി നമുക്ക് അതിന്മേന്ന് അതിൻ്റെ ഓരോ തണ്ട് എടുത്തിട്ട് അതിന്മേന്ന് ഇല സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇല മാത്രമായിട്ട് എടുക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ചെറിയ നാര് പോലെ ആ തണ്ട് വന്നാൽ അത് തോരൻ വെച്ച് കഴിയുമ്പോൾ അങ്ങനെ തണ്ട് ഇങ്ങനെ കോല് പോലെ കിടക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടോ വേസ്റ്റ് ആയിട്ടുള്ള കുറേ കോലുകൾ അതിൻ്റെ തണ്ടുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് ഒരു 10 മിനിറ്റോളം വെള്ളം എടുത്ത് 5 മിനിറ്റ് ആയാലും മതി. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു 2 പ്രാവശ്യം കഴുകി നമ്മളിങ്ങനെ അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം വാർന്ന് കളയണം കേട്ടോ. വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നന്നായിട്ട് വെള്ളം വാർന്ന അത്ര നല്ലതാണ്. പിന്നെ നമുക്കിനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കാം. ഫ്രൈ പാനോ ചീനച്ചട്ടി എന്തായാലും മതി കേട്ടോ. അത് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കണ്ടോ ഇത്ര ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടാനുള്ളതാട്ടോ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇടണം. അത് എന്നിട്ട് ഒരുവിധം നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ട, ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് കേട്ടോ. അത് പാക്കറ്റായിട്ട് വാങ്ങിയതാണ്. അതും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഉപ്പ് കൂടരുത് കേട്ടോ. എല്ലാം കുറേ അളവുണ്ടെങ്കിലും അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടാവും. ഇനി അതിലേക്ക് കഴുകി വാരി വെച്ചേക്കണ മുരിങ്ങയില ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം യോജിപ്പിക്കുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങയിലയ്ക്ക് കുറേ പോഷക ഗുണങ്ങളുള്ളതാണ്. മുടിക്കും സ്കിന്നിനും എല്ലാം ഭയങ്കര നല്ലതാണ്. അയേൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട്. ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അത് മൂടി വയ്ക്കാം. അത് വേവട്ടെ കിടന്ന്. ആ നേരത്തിന് വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത് കേട്ടോ. പിന്നെ ആ നേരത്തിന് 2 മുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ട് ഞാൻ അടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്ര വേവായിട്ടുണ്ട്. ഒരുവിധം വേവായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3/4 വേവായിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ ഫ്രീസറിൽ ഇരുന്നതാട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി ഇങ്ങനെ കട്ടയായിട്ട് കിടക്കണം. പക്ഷേ അത് ചൂടായി കഴിയുമ്പോൾ അത് വിട്ടോളും മിക്സ് ചെയ്യുമ്പോൾ. ഇനി അത് ഒരുവിധം ആയി കഴിയുമ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ മിഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇനി നന്നായിട്ട് ഇങ്ങനെ വിടിയിച്ച് പൊടി പോലെ ആക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പൊടി പോലെ ആക്കിയതിന് ശേഷം നമുക്ക് അത് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ചിലപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടന്നാലും അത് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ പതുക്കെ കാണിച്ച് അത് വിടിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. ഇത് ഭയങ്കര നല്ലതാണ് ശരിക്കും. നമുക്ക് കണ്ടപ്പോൾ ഒരുവിധം നല്ല മിക്സ് ആയിട്ടുണ്ട്. മുട്ട ഇച്ചിരി കഷ്ണം പീസായിട്ടാണ് കിടക്കണേ. അത് നമുക്ക് നന്നായിട്ടൊന്ന് വിടിയിക്കണം. ഇങ്ങനെ കാണുമ്പോൾ മുട്ട കൂടുതലുള്ളത് പോലെ തോന്നും അല്ലേ? കണ്ടോ, ഇതിപ്പോൾ എല്ലാം വിടിയിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്താം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുരിങ്ങയില ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് അത് നല്ല ടേസ്റ്റിയാണ്. ഇത് പരിപ്പിട്ടും ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. മുട്ടയ്ക്ക് പകരം ഞാൻ പരിപ്പിട്ടും വെക്കാറുണ്ട് ഇങ്ങനെ തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ഞാനിനി ഒരു പാത്രത്തിലേക്ക് പകർത്തി. താങ്ക് യു.